പിന്നെ സമയമുണ്ടെങ്കിൽ ദർശനമാലയിലേക്ക് കടക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, ദർശനമാലയുടെ ചില പ്രത്യേകതകൾ, ആ കൃതിയുടെ ചില പ്രത്യേകതകൾ കൂടി മുൻകൂട്ടി തന്നെ പറയേണ്ടതുമുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. 2 ഭാഷയിലും ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഇന്നിവിടെ പ്രത്യേകിച്ച് വന്നിട്ടുള്ള സ്വാമിനി ബ്രിജിറ്റും സ്വാമി ഡേവിഡും, അവർ ഊട്ടിയിലെ നീലഗിരിയിലെ ഗ്ലെൻമോർഗൻ എന്ന സ്ഥലത്ത് ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ഓരത്തായിട്ട് ഒരു കൊച്ചു സ്ഥലം സമ്പാദിച്ച് ആശ്രമം കെട്ടി അവിടെ താമസിക്കുന്നവരാണ്. പണ്ട് നടരാജഗുരു ഉള്ള കാലത്ത് തന്നെ നടരാജഗുരുവിൻ്റെ ശിഷ്യയായി ചേർന്ന ആളാണ് ബ്രിജിറ്റ്. അതുകൊണ്ട് ഗുരുകുല പാരമ്പര്യം അവർക്ക് നന്നായിട്ടുണ്ട്. ഇപ്പോൾ അവർ ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞത്, ഇനി പ്രത്യേകമൊരു ഗുരുകുലമായിട്ട് കഴിയുന്നതിന് പകരം നാരായണ ഗുരുകുലത്തിൽ ചേർന്ന് ഗുരുകുലത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. അത് ഞാൻ സമ്മതിക്കുകയും അവർ ഊട്ടി ഗുരുകുലത്തിൽ താമസിച്ചു കൊള്ളാം എന്ന് ഏൽക്കുകയും ചെയ്തു. ഊട്ടി ഗുരുകുലത്തിൽ ഇപ്പോൾ വ്യാസപ്രസാദ സ്വാമി മാത്രമേ ഉള്ളൂ. ഒരാളെ കൊണ്ട് മാത്രം മാനേജ് ചെയ്യാൻ സാധിക്കുന്നൊരു സ്ഥലമല്ല അത്. അവർ ജോലികളൊക്കെ ചെയ്യുന്നവരാണ്. ആ സ്ഥലം നന്നായിട്ട് സൂക്ഷിക്കാൻ വേണ്ട ജോലികളൊക്കെ അവർ ചെയ്തുകൊള്ളുകയും ചെയ്യും. അതും ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അവർ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഏതുവരെയാണ് പറഞ്ഞത്? മലയാളത്തിൽ, ഇംഗ്ലീഷിൽ? ഇത് ഇംഗ്ലീഷ് പറയേണ്ട കാര്യമില്ല അല്ലേ? വേദാന്തത്തിൻ്റെ അന്തസാരം എന്ത്? അതിന് ബ്രഹ്മവിദ്യാ പഞ്ചകത്തെ അടിസ്ഥാനമാക്കി അതിൻ്റെ സാരം പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയാം. Because Vedanta, Darshanamala is meant for those who are already familiar with Vedanta. ആര് കൈവെക്കുന്ന അവിടെ? ഒരാളവിടെ കൈവെക്കുന്നു ഇല്ലേ? ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞു. Because this Darshanamala is really meant to be appreciated by those who are already familiar with the philosophy of Vedanta. First of all, I like to give the essential content of Vedanta before entering the real text of Darshanamala. For this purpose, I take Narayana Guru's Brahmavidya Panchakam. It is Brahmavidya in 5 verses. ഇതിനകത്തിരിക്കുന്ന ആളുകൾ ഇരുന്ന് കൈ പൊക്കിയാൽ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തോ പറയാനുണ്ടെന്നാണ്. അതുകൊണ്ട് വെറുതെ ഇരുന്ന് കൈ പൊക്കരുത്. സലീം സാർ ഒന്നാമത് എനിക്ക് നല്ലവണ്ണം കണ്ടുകൂടാ. അപ്പോൾ കൈ പൊക്കിയ കൈ കാണും, ആര് കാണിച്ചെന്നോ ഒന്നും അറിയയില്ല. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനകത്ത് ബ്രഹ്മവിദ്യ പഠിക്കുവാനുള്ള യോഗ്യത ആർക്കെല്ലാമുണ്ട്, ആ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം
2 വരികളിലായിട്ട് പറയുന്നു. അതിൻ്റെ വിശദമായിട്ടുള്ള വ്യാഖ്യാനമൊക്കെ അച്ചടിച്ച പുസ്തകത്തിനകത്ത് അതൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തണം. ആത്മോപദേശകത്തിൽ ഗുരു പറയും, ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീരണം അറിവായി ഇതിനും അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. അപ്പോൾ സ്വന്തം തപസ്സുകൊണ്ട് ഈ സത്യരഹസ്യം കണ്ടെത്താൻ കഴിവില്ലാത്തവർക്ക്, അതിനുള്ള യോഗ്യതയില്ല എന്ന് വരികയാണെങ്കിൽ പിന്നെ ഈ സത്യമറിഞ്ഞ് ജനന മരണങ്ങൾക്ക് അതീതരായി തീർന്നു അറിഞ്ഞിരിക്കുന്ന ഗുരുക്കന്മാരെ കണ്ടെത്തി അവരുമായിട്ടുള്ള പാരസ്പര്യം സ്ഥാപിച്ച് അവരുടെ കൃപ കൊണ്ട് അവരിൽ നിന്നും ഈ സത്യരഹസ്യം അറിയണം എന്നാണ്. ഇവിടെയും യോഗ്യരല്ലാത്തവരാണ് നമ്മൾ എന്നുള്ള ധാരണയിൽ തന്നെ വേണ്ട ഒരു യോഗ്യതയുള്ള ഉത്തമനായിട്ടുള്ള ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവുമായിട്ടുള്ള പാരസ്പര്യം സ്ഥാപിച്ച് അതിനുശേഷം ഗുരുവിനോട് ഇയാൾക്കറിയേണ്ട ചോദ്യങ്ങൾ ചോദിക്കുക കൂടി വേണം. ഫോർമലായിട്ട് ചോദിച്ചേ തീരൂ എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഈ ചോദ്യമേ ഉള്ളൂ വേദാന്തത്തിൽ എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ വേദാന്തത്തിൽ എന്താണ് അടിസ്ഥാനപരമായ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ശിഷ്യൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളണം എന്ന് ആദ്യം പറയുന്നു. ഇത്രയും ഒക്കെ ആണ് 1-ാമത്തെ ശ്ലോകത്തിൽ ഉള്ളടക്കിയിരിക്കുന്നത്. ആ ചോദ്യം എന്ത് എന്ന് ചോദിച്ചാൽ, കോഹം കുതോ ജഗതിഥി, ഞാൻ ആര്, ഈ ലോകം എങ്ങനെ എവിടെ നിന്നുണ്ടായി? ഈ 2 ചോദ്യങ്ങളേ ഉള്ളൂ ഉത്തരം പറയാനായിട്ട് വേദാന്തത്തിന്. In the first verse of the Brahma Vidya Panchakam, we see stating all the required qualifications of a seeker. And then how a seeker should find a real Uttama Guru, a genuine Guru, and how he should establish bipolarity with that Guru, and afterwards what are the questions he should ask the Guru. This much is contained in the first verse of Brahma Vidya Panchakam. I won't go into the details of all these. 2 are the questions to be asked by a disciple to a Guru. These questions are stated here as being asked by the disciple to the Guru. Actually, this question need not be asked because Guru knows these are the only questions to be asked by a seeker. What are the questions? Who am I? From where this world emerged? These are the only questions to be found out in the entire Vedanta Shastra. രണ്ടാമത്തെ ശ്ലോകത്തിൽ
ഒരൊറ്റ ശ്ലോകത്തിലായിട്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒന്നിച്ച് നൽകിയിരിക്കുന്നു. എന്താണ്? ശ്ലോകം ഇങ്ങനെയാണ്: ത്വം ഹി ബ്രഹ്മ നചേന്ദ്രിയാണി നമനോ ബുദ്ധിർ ന ചിത്തം വപുഃ പ്രാണാഹംകൃതിയോ അഹംകൃതയോ അന്യത് അപ്യസത് അസത് അവിദ്യാകൽപ്പിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജഡം ജഗതിദം ത്വത്തപരം നാന്യതോ ജാതം ന സ്വതയേവ ഭാതി മൃഗതൃഷ്ണാഭം ദരീദൃശ്യതാം. ആദ്യം തന്നെ പറയുന്നു, ആദ്യത്തെ ചോദ്യം എന്താണ്? ഹുവാമൈ, ഞാനാര്? ഓഹം. ഉത്തരം ത്വം ഹി ബ്രഹ്മ. തീർന്ന്. നീ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ഉത്തരം. ഇനി ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ളത് എങ്ങനെ ശിഷ്യന് ബോധ്യം വരും? അതൊക്കെ പിന്നുള്ള കാര്യമാണ്. അടിസ്ഥാനപരമായ ഉത്തരം എന്താണ്? ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? നീ ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ എന്ത് മനസ്സിലാക്കണം? ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അതിന് സംസ്കൃതത്തിൽ എന്ത് പറയും? അഹം ബ്രഹ്മാസ്മി. ഇതൊരു മഹാവാക്യമാണ്. വേദാന്തത്തിലെ 4 മഹാവാക്യങ്ങളിൽ ഒന്നാണ്. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. ഈ 4മാണ് വേദാന്തത്തിലെ മഹാവാക്യങ്ങൾ. ഈ മഹാവാക്യങ്ങളിൽ കൂടി വേദാന്ത രഹസ്യം മുഴുവൻ അതിൻ്റെ രത്നച്ചുരുക്കം ഈ 4 മഹാവാക്യങ്ങളിലായിട്ട് നൽകിയിരിക്കുന്നു. അതിലൊരു മഹാവാക്യമാണ് വേറെ മാറ്റി ഇവിടെ ഗുരു പറയുന്നത്: ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെയാണ് എന്ന്. In the second verse, in the very beginning of it, we see one question of the disciple answered in a summary fashion. What is the answer? Tvam hi Brahma, you indeed are Brahman. So that is the answer to the question, first question. ഇത് കഴിച്ചിട്ടോ പിന്നെ നീ എന്തല്ല എന്നും കൂടെ പറയുന്നു. ത്വം ഹി ബ്രഹ്മ നചേന്ദ്രിയാണി ന മനോ ബുദ്ധിർന്ന ചിത്തം വപുഃ പ്രാണ അഹംകൃതയോ അന്യദപി അസത് അവിദ്യാകൽപ്പിതം സ്വാത്മനി. ഇത് അത്രയും എന്താണ്? നീ എന്തല്ല എന്നാണ് പറയുന്നത്. ഇതിന് വേദാന്ത ശാസ്ത്രത്തിൽ എന്ത് പറയും? ആത്മാ അനാത്മ വിവേചനം എന്ന് പറയും. ആത്മാവ് അനാത്മാവ് ഈ രണ്ടിനെയും വിവേചിച്ചറിയുക. വിവേക ചൂടാമണിയൊക്കെ തുടങ്ങുമ്പോൾ അനാത്മാവിനെ പറ്റിയാണ് ആദ്യമേ പറയുന്നത്. വളരെ ദീർഘമായൊരു വിവരണമാണത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർക്ക് ആത്മാവ് എന്ത് എന്നതിലേക്ക് കിടക്കുന്നത്. ഇവിടെ എന്താണ് ആത്മാവ് എന്ന് ആദ്യമേ എന്ന് പറഞ്ഞു. എന്താണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ. ആത്മാവ് എന്ന വാക്കിന് സർവവ്യാപിയായിരിക്കുന്ന രണ്ടർത്ഥം വരും. ആതത്തമായിരിക്കുന്നത്, എങ്ങും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നത് എന്ന ഒരർത്ഥം. ഞാൻ എന്ന അർത്ഥം. ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും അവരവരെ കൊന്നു കളയുന്നതാണ്. അതുപോലെ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അറിയുക. എന്നെ തന്നെ അറിഞ്ഞു വരുമ്പോൾ എന്ത് മനസ്സിലാക്കി? ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന് മനസ്സിലാക്കി. ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ളതിന് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയാറുള്ളത് ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുള്ളതോ ഇല്ലാത്തതോ? ഉള്ളത് തന്നെയാണ്. നിങ്ങളുള്ളത് ഈ ലോകത്തിൻ്റെ ഭാഗമായിട്ട് വേറെയോ?
എൻ്റെ ലോകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. നിങ്ങളും ലോകവും ചേർന്ന് ഒരു സത്യമോ രണ്ട് സത്യമോ? ഒരു സത്യം. അപ്പോൾ നിങ്ങളിലുള്ള സത്യം തന്നെയല്ലേ ലോകത്തിലുള്ളത്? ആണ്. അപ്പോൾ നിങ്ങളിലുള്ള സത്യം കണ്ടെത്താൻ എന്താ വഴി? കണ്ടെത്തിയാൽ ലോകത്തിലുള്ള സത്യം മുഴുവനായില്ലേ? കാരണം നിങ്ങളും ലോകവും ഒരു സത്യമല്ലേ? കടലിലെ സത്യം എന്ത് എന്നറിയാൻ അതിലെ ഒരു തുള്ളി വെള്ളം അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതിയല്ലോ. അതുപോലെ അപ്പോൾ പിന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ അറിയാനുള്ള ശ്രമമാണ്. അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവസാനം കണ്ടെത്തുന്നത് കേവലമായ അറിവ് മാത്രമാണ് ഞാൻ എന്നാണ്. അപ്പോൾ ആ അറിവ് തന്നെയാണല്ലോ ഞാൻ. അറിവാണ് എങ്കിൽ ഈ ലോകത്തിലും സത്യമായിരിക്കുന്നത് ആ അറിവ് തന്നെയല്ലേ? ആണ്. അപ്പോൾ ഒരേ അറിവ് തന്നെയാണ് ഞാനായിരിക്കുന്നതും ലോകമായിരിക്കുന്നത്. ആ അറിവിനെ തന്നെയാണ് ഇവിടെ ബ്രഹ്മം എന്ന് വിളിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയാറ്. അങ്ങനെ ത്വം ഹി ബ്രഹ്മ. ഞാനത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞല്ലേ? ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ തുടങ്ങിയതാണ്. ആണോ? മറ്റേ ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. നിങ്ങളും കൂടെ സഹായിക്കണം. ഞാനിങ്ങനെ കുഴഞ്ഞു പോകും, രണ്ട് ഭാഷയിലായി ആകുമ്പോൾ. The question who am I is answered in the very beginning. That is a new version of the Mahavakya Aham Brahmasmi. Here it is said, you are that Brahman. You indeed are that Brahman. Then what is said is what you are not. That aspect is called Anatma. So in the very beginning of the Viveka Chudamani, you can see a description of Anatma in the beginning. Anatma means non-self. And then only comes the study on the self or Atma. The word Atma is to be understood in two senses. One is the universal aspect of the reality. Apnodi iti Atma. Ap means to pervade into everything. So that reality which pervades into being of everything, that is Atma. Or Atatam, that which is Atata is Atma. Atata means that which is the same meaning, that which pervades in the being of everything. The other meaning of Atma is oneself. I. So the self, the word Atma is used in Vedanta in both these senses. Tvam hi Brahma. Then what is said? Achendriyani namano buddhirna chittam vapuko prana ahangradayo anyadapi asad avidya kalpitam swatmani. That much is Anatma, what is not yourself, or what is not the self. Prana, ahangrati, the I sense, ahangrati. The word ahankara or ahangrati is usually translated as ego, but ego is not a good translation, I feel, because ego is a kind of usage related to the social aspect of human being. Here there is no such aspect related to society. It is only I. So the I sense, that is the proper, that I feel it is that is the proper translation for ahankara or ahankriti.
Ahankartayo Anyadapi, everything else. Asat, Avidya, Kalpidam, Swatmani. All these are asat. All these are unreal. Avidya, Kalpidam. These are imagined because of your avidya. Where is it imagined? In your own way. Kalpidam Swatmani. Sarvam Drishyataya Jadam Jagaditam. Everything indeed is Drishya, perceptible object, perceivable object. Drishyataya Jadam. And because it is perceivable, everything is inert in nature. Jadam Jagadidam, and that is the nature of this world. Tottaparam Nanyato Jadam. And then the second question is answered. What is the second question? What is the origin of this world? Tottaparam Nanyato Jatam. This world is not originated or the world is originated from yourself, from nowhere else. That is the second answer. The answer to the second question. Tattaparam Nanyato Jadam Aswatayeva Bhadi. And this world can never appear to be on its own. Tattaparam Nanyato Jadam Naswadayeva Bhati. Mrgadrishnabham. All this exists to be as if it is like the mirage. The Drishyadam. This you have to find out by your deep contemplative cogitation. This is the second verse. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഞാൻ മലയാളത്തിൽ ഏതുവരെ പറഞ്ഞു? തുടങ്ങുന്ന എങ്ങനെ? ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെയാണ്. ത്വം ഹി ബ്രഹ്മ നചേന്ദ്രിയാണി. പിന്നെ പറയുന്നതെല്ലാം നീ എന്തല്ല, ആരല്ല എന്നുള്ളതാണ്. നീ ഇന്ദ്രിയങ്ങളല്ല. ഇന്ദ്രിയാണി മനോബുദ്ധിരിതി അല്ലേ? നചേന്ദ്രിയാണി മനോബുദ്ധിരിതി അല്ലേ? മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല. അഹങ്കാരത്തിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അഹങ്കാരം എന്ന വാക്ക് വേദാന്തത്തിൽ ഉപയോഗിച്ച് പോരുന്നത് ഇംഗ്ലീഷിൽ ഈഗോ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. ഈഗോ എന്നത് മനുഷ്യനെ സമൂഹവുമായി ബന്ധപ്പെടുത്തി അവനൊരു അഹങ്കാരിയാണ്. കൂട്ടത്തിലൊരുവൻ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അവൻ്റെ മാനസിക ഭാവം എന്ത് എന്ന് വിലയിരുത്തുന്ന അംശമാണ് ഈഗോ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു അഹങ്കാരമല്ല ഇത്. പിന്നെ ഞാൻ എന്ന ബോധം ഓരോരുത്തർക്കുമുണ്ട്. ആ ബോധത്തെയാണ് ഇവിടെ അഹങ്കാരം. എൻ്റെ കൂടെ വരുന്നതാണ് മമകാരം. മമകാരം എന്ന് വെച്ചാൽ ഇതെൻ്റേത് എന്ന് തോന്നുന്നു. ഞാനുണ്ടെങ്കിൽ പിന്നെ എൻ്റേതും ഉണ്ട്. അപ്പോൾ അഹങ്കാരം, മമകാരം, അല്ലെങ്കിൽ അഹങ്കൃതി, അല്ല ഇതെന്താ, അഹന്താ, ഇതെന്താ, ഇതൊക്കെ പറയും. അഹങ്കൃതയോ അന്യതപി. ഇനി എന്തൊക്കെ പറയാമോ അതൊന്നും നീയല്ല. അന്യതപി അസത് അവിദ്യാകൽപിതം. ഇതെല്ലാം അസത്താണ്. അസത്ത് എന്ന് വെച്ചാൽ സ്വന്തമായ ഉണ്മയില്ലാത്തത്. അവിദ്യാകൽപിതം സ്വാത്മനി. ഇതൊക്കെ നിന്നിൽ തന്നെ, സ്വാത്മനി നിന്നിൽ തന്നെ
അവിദ്യ മുഖാന്തരം കൽപ്പിക്കപ്പെട്ടതാണ്, അല്ലാതെ സ്വന്തമായ ഉണ്മയുള്ളതല്ല. ഇനി ഇതൊക്കെ അവിദ്യാകൽപ്പിതം എന്ന് പറയുമ്പോൾ ഒട്ടുമില്ലാത്തതാണോ? അല്ല, ആത്മാവ് തന്നെയാണ് ഇതെല്ലാമായി തീർന്നിരിക്കുന്നത് എന്ന് പിന്നെ മനസ്സിലാകും. പിന്നെ അതിന് സർവം ദൃശ്യതയാ ജഡം, ഇതെല്ലാം ദൃശ്യമാണ്. നേരിട്ട് ദൃശ്യം എന്നുള്ള വാക്ക് വേദാന്തത്തിൽ ഉപയോഗിക്കുമ്പോൾ ഓബ്ജക്റ്റ് ഓഫ് നോളജ് എന്ന് അർത്ഥം കിട്ടും. അറിവിന് വിഷയമായി തീരുന്നത് എല്ലാം ദൃശ്യമാണ്. ദൃശ്യതയാ ജഡം, അങ്ങനെ ദൃശ്യമായിരിക്കുന്നത് കാരണം ഇതെല്ലാം ജഡമാണ്. ത്വത്തപ്പരം നാന്യതോ ജാതം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. ഇതാണ്, നിന്നിൽ നിന്നല്ലാതെ ഉണ്ടായതല്ല ഇതൊന്നും. നിന്നിൽ നിന്ന് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ ആത്മാവിൽ നിന്നല്ലാതെ മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല ഈ ലോകം. നിന്നിൽ നിന്നും അല്ലാതെ മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല ഈ ലോകം. രണ്ടർത്ഥവും പറയാം. നിന്നിൽ നിന്നെന്ന് പറയുമ്പോൾ ആ ഞാൻ ഏത് ഞാനാണ്? പരമമായ സത്യവുമായുള്ള ഏകത നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അഹം ബ്രഹ്മാസ്മി എന്ന അനുഭൂതിയിൽ അമർന്നിരിക്കുന്ന ഒരുവനിൽ നിന്നും അല്ലാതെ മറ്റെങ്ങു നിന്നും ഉണ്ടായതല്ല ഈ ലോകം. ത്വത്തപ്പരം നാന്യതോ ജാതം ന സ്വതയേവ ഭാതി. ഈ കാണുന്ന ലോകമൊന്നും സ്വയം ഉള്ളതായി തോന്നപ്പെടുന്നതല്ല. ഭാതി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക. ത്വത്തപ്പരം നാന്യതോ ജാതം, നിന്നിൽ നിന്നല്ലാതെ, അഹം എന്നതിൽ നിന്നല്ലാതെ, ബ്രഹ്മത്തിൽ നിന്നല്ലാതെ എന്നെല്ലാം പറയാം. അല്ലാതെ മറ്റൊരിടത്തു നിന്നും ഉണ്ടായതല്ല ഈ ലോകം. ന സ്വതയേവ ഭാതി. ഈ ലോകത്തിന് സ്വയമായി ഉള്ളതായി തോന്നാൻ സാധിക്കുകയില്ല. ഏതിലെങ്കിലും ഒന്നിലെ ആ തോന്നലുണ്ടാവൂ. അത് നിന്നിൽ തന്നെയാണ്, അത് ബ്രഹ്മത്തിൽ തന്നെയാണ്. സ്വദേവ ഭാതി. പിന്നെ മൃഗതൃഷ്ണാഭം, ഇത് ഈ ലോകം ഉണ്ട് എന്നത് മൃഗതൃഷ്ണ പോലെയാണ്. മരുഭൂമിയിൽ കാണുന്ന ജലപ്രവാഹം പോലെയാണ് മൃഗതൃഷ്ണ എന്ന് പറഞ്ഞത്. അതാണ് ദ്വിതീയ ദൃശ്യതാം. ഈ രഹസ്യം നീ ധ്യാനാത്മകമായ ചിന്ത കൊണ്ട്, നിരന്തരമായ മനനം കൊണ്ട്, നിധിധ്യാസനം കൊണ്ട്, ഈ ശ്ലോകം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം ശിഷ്യനിത് ബോധ്യപ്പെടുകയില്ല. നിരന്തരമായ ധ്യാനവും മനനവും കൊണ്ട്, എത്രയോ കാലം കൊണ്ട് മാത്രമേ ഈ സത്യരഹസ്യം നിനക്ക് നേരിട്ട് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ദരീദൃശ്യതാം, അങ്ങനെ നീ കണ്ടെത്തിക്കൊള്ളേണ്ടതാണ് ഈ രഹസ്യം. ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 3, 4, 5 ശ്ലോകങ്ങളിലായിട്ട് അങ്ങനെയുള്ള നീ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? എന്ന് പറഞ്ഞാൽ എന്താണ്? ത്വം ഹി ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിച്ചു. നീ ബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയുള്ള ബ്രഹ്മം, അതിനെ എങ്ങനെ മനസ്സിലാക്കണം? നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞല്ലോ. ആ ഞാൻ എന്നതിനെ എങ്ങനെ ഞാൻ മനസ്സിലാക്കണം? അത് വേദാന്ത ശാസ്ത്രത്തിൽ പൊതുവെ സമ്മതിച്ചിട്ടുള്ള എന്താണ്? ആത്മാവിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും ഒരു ഡെഫിനിഷനുണ്ട്. എന്താണ്? സച്ചിദാനന്ദം. അത് നാരായണ ഗുരുവിനും വളരെ പ്രിയപ്പെട്ട ഒരാശയമാണ്. അത് വച്ചുകൊണ്ട് തന്നെ എന്താണ് നീ സത്തായിരിക്കുന്നത്? ഏതർത്ഥത്തിൽ നീ സത്തായിരിക്കുന്നു? ഏതർത്ഥത്തിൽ നീ ചിത്തായിരിക്കുന്നു? ഏതർത്ഥത്തിൽ നീ ആനന്ദമായിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്,
ഈ സത്ത് വേറെ ചിത്ത് വേറെ ആനന്ദം വേറെ, ഈ മൂന്നിനെയും കൂടെ കൂട്ടിച്ചേർത്തതാണ് ബ്രഹ്മം, ആത്മാവ് എന്നൊക്കെ ധരിച്ചു. അങ്ങനെയല്ല. ഒന്നിനെ തന്നെ, അദ്വയമായ ഏകസത്യത്തെ തന്നെ നീ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ അത് സത്താണ്, ഇനിയൊരു വശത്തുനിന്ന് നോക്കുമ്പോൾ അത് ചിത്താണ്, ഇനിയൊരു വശത്ത് നിന്ന് നോക്കുമ്പോൾ അത് ആനന്ദമാണ്. അങ്ങനെ നമ്മുടെ ദർശനം, ആ സത്യത്തെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ദർശനത്തിൻ്റെ 3 വഴികൾ, 3 വശങ്ങൾ ആണ് സത്ത്, ചിത്ത്, ആനന്ദം എന്നത്. ആ 3നെ തന്നെ 10 തീർത്തതാണ് ദർശനമാല. വ്യത്യാസമുണ്ട്. വെറും സച്ചിദാനന്ദം സത്താണ്, ചിത്താണ്, ആനന്ദമാണ് എന്ന് 3 വശങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ സത്യത്തെ കാണുന്നതിന് പകരം അതേ സത്യത്തെ തന്നെ 10 വശങ്ങളിൽ നിന്നുകൊണ്ട് കാണുന്നതാണ് ദർശനമാല. The next 3 verses we see myself or Brahman being defined, or Atma being defined as Sat, as Chit, as Ananda. How should we understand this Satchidananda, Sat, Chit and Ananda? Is it 3 aspects of reality or 3 factors put together forming Satchidananda? No. It is the non-dual reality. That reality you can perceive from 3 angles. Then you get 3 perceptions, 3 views. These 3 views are here called Sat, Chit and Ananda. That means the very same reality you can perceive it from one angle, then you see it as Sat, existing, always existing. And then you look at it from another angle, then you see it as Chit, as pure consciousness in essence. So that means when you examine it with the question, what is the essential content of that reality? Oh, that is pure consciousness in essence. That is Chit. Then you look at it from another angle, the beneficial aspect of it. Oh, then it is Ananda. What is the benefit of it? You experience pure Ananda. Pure Ananda doesn't mean having pleasures always. It is an Ananda in which you perceive both pleasure and pain belonging to one context. Negative aspect of it or negative pole of it is called dukkha, pain. The positive aspect, positive pole of it, of the same, is pleasure. And that situation totally, that is Ananda. That means within Ananda you have to include both pleasure and pain. Ontological, first is ontological, second is epistemological, fourth is axiological, and the third is axiological. ഇങ്ങനെയാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ലേ ഇത്. എന്താണ് ഇനിയും 4-ാമത്തെ ശ്ലോകം അല്ലേ? എന്താ 3-ാമത്തല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത്? 2-ാമത്തെ പറഞ്ഞോളാം. ഓ, വ്യാപ്തം അല്ലേ? വ്യാപ്തം യേന ചരാചരം ഘടശരാവാദീവ മൃത്സത്തയാ യസ്യാന്തസ്ഫുരിതം യഥാത്മകമിദം ജാതം യതോ വർത്തതേ യസ്മിൻ യത് പ്രളയേവി സദ്ഘനം അജം സർവം യദന്വേതി
തത് സത്യം സത്യം വിദ്ധി അമൃതായ നിർമ്മലധിയോ യസ്മൈ നമസ്കുർവതേ. അത് തത്വം പറയുക മാത്രമല്ല, യസ്മൈ നമസ്കുർവതേ, യാതൊന്നിനെയാണോ എല്ലാവരും നമസ്കരിക്കുന്നത്. നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്നവരെ നമസ്കരിക്കാറില്ലേ? നമസ്കരിക്കും. യസ്മൈ നമസ്കുർവതേ, യാതൊന്നിനു വേണ്ടിയാണോ, അതായത് യാതൊന്നിനെയാണോ എല്ലാവരും നമസ്കരിക്കുന്നത്, അത് മറ്റൊന്നിനെ അല്ല നമസ്കരിക്കുന്നത്. എല്ലാവരിലും സത്യമായിരിക്കുന്ന ഒന്നുണ്ട്, അതിനെയാണ് നമസ്കരിക്കുന്നത്, അല്ലാതെ ആളിനെയൊന്നുമല്ല. വ്യാപ്തം യേന ചരാചരം ഘടശരാവാദീവ മൃത്സത്തയാ. ഇപ്പോഴും ചട്ടിയും കലമൊന്നും ഇല്ല, എന്നാലും ഇവിടെ ഒരു കല ഇരിപ്പുണ്ട്. ഇമാതിരിയുള്ള കലങ്ങൾ, അതുപോലെ ചട്ടി പല, ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലത്ത് വീടുകളിലുള്ള പാത്രങ്ങളെല്ലാം മണ്ണുകൊണ്ടുള്ളതാണ്. പാചകം എല്ലാം മൺപാത്രത്തിലാണ്. അതിന് പ്രത്യേക സ്വാദുമുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള മൺപാത്രത്തിൽ പാചകം ചെയ്താൽ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്വാദുണ്ട്. ഏതായാലും ഇതിനകത്ത് സത്യമായിട്ട് എന്താ ഉള്ളത്? വെറും മണ്ണ്, അല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല. അപ്പം മൃത്സത്തയാ, മണ്ണിൻ്റെ സത്ത കൊണ്ട് എന്തൊക്കെ നിറഞ്ഞിരിക്കുന്നു? വ്യാപ്തം യേന ചരാചരം ഘടശരാവാദീവ. ചട്ടി, കലം മുതലായ സകല മൺപാത്രങ്ങളിലും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നത് എന്താണ്? മണ്ണ് അല്ലേ? എല്ലാവർക്കും അറിയാം. അതുപോലെ വ്യാപ്തം യേന ചരാചരം, ചരാചരങ്ങളായിട്ടുള്ള ജീവിക്കുന്നതും ജീവിക്കാത്തതുമായിട്ടുള്ള സകലത്തിലും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നതായ ഒന്നുണ്ട്. ഏതുപോലെ? ചട്ടി, കലം മുതലായവയിൽ മണ്ണ് എന്ന പോലെ ചരാചരങ്ങളിലെല്ലാം വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നതായ ഒന്നുണ്ട്. നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു എന്നുള്ളതിന് അടിവരയിട്ട് കാണണം. എന്താണ്? അതാണ് ഉള്ളത്. ഈ ഇരിക്കുന്ന ചട്ടിയിൽ മണ്ണാണ് ഉള്ളത്. അതിൽ സത്തായിരിക്കുന്നത്, സത്ത് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ഉണ്മയുള്ളത്, ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് മണ്ണാണ്, അല്ലാതെ പാത്രമല്ല. പാത്രം മണ്ണിനുണ്ടായിരിക്കുന്ന ഒരു രൂപം മാത്രം. ആ രൂപത്തിന് സ്വന്തമായ ഉണ്മയുണ്ടോ? ആ രൂപത്തിന് മണ്ണിൻ്റെ ഒരു രൂപം എന്നുള്ളതല്ലാതെ രൂപത്തിന് സ്വന്തമായ ഉണ്മയുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഈ ലോകത്തിൻ്റെയും ഉണ്മയെ നമ്മൾ കാണേണ്ടത്. ആ അർത്ഥത്തിലാണ് ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് എന്ന് പറയേണ്ടത്. ഈ പ്രപഞ്ചമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തതാണെന്നല്ല അർത്ഥം. അവിടെ ഒന്നുണ്ട്. എന്തുണ്ട്? അതിൽ വ്യാപിച്ച്, ആ രൂപത്തിൽ വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നതായ ഒരു സത്യമുണ്ട്. ആ സത്യം എന്ത്? അത് തന്നെയാണ് നിൻ്റെ സദാത്മക. നീയും അതിൽപ്പെട്ട ഒന്നല്ലേ? ഏതോ ഒരു ചട്ടിയോ കലത്തിൻ്റെ സ്ഥാനത്തുള്ള ഒന്നല്ലേ ഞാൻ, നീ? അപ്പോൾ സകലത്തിലും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നതായ സത്യം എന്ന് പറഞ്ഞാൽ എന്നിലും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നതായ ഒരു സത്യം ഉണ്ട്. അതാണ് സത്ത്. സകലത്തിലും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നതായ ഉണ്മയുള്ള ഒന്ന്, ആത്യന്തികമായ ഉണ്മയുള്ള ഒന്ന്. വ്യാപ്തം യേന ചരാചരം ഘടശരാവാദീവ മൃത്സത്തയാ യസ്യ അന്തസ്ഫുരിതം
യാതൊന്നിൻ്റെ ഉള്ളിലാണോ എല്ലാം സ്ഫുരിക്കുന്നത്. മണ്ണ് എന്ന സത്യത്തിൻ്റെ ഉള്ളിലാണ് ചട്ടിയും കലവുമൊക്കെ സ്ഫുരിക്കുന്നത്. അതുപോലെ യാതൊന്നിൻ്റെ ഉണ്മയിലാണോ നീയും ഈ ലോകവുമെല്ലാം ഉള്ളതുപോലെ സ്ഫുരിക്കുന്നത്. അന്തസ്ഫുരിതം യഥാത്മകമിതം. മണ്ണ് തന്നെയാണ് ചട്ടിയായിട്ടിരിക്കുന്നത്. അതുപോലെ ആ സത്യം തന്നെയാണ് ഞാനായിട്ടും ലോകമായിട്ടും ഇരിക്കുന്നത്. യഥാത്മകമിതം ജാതം യഥോ വർത്തതേ. ഉണ്ടായതെല്ലാം എവിടെ വർത്തിക്കുന്നു? ഉണ്ടായതെല്ലാം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? ഉണ്ടായത് കലം. അത് ഏതിൽ വർത്തിക്കുന്നു? മണ്ണിൽ വർത്തിക്കുന്നു. അതുപോലെ ഉണ്ടായത് നമ്മളെല്ലാം, ഈ ലോകമെല്ലാം, അതെല്ലാം എവിടെ വർത്തിക്കുന്നു? അതിലെല്ലാം നിറഞ്ഞിരിക്കുന്നതായ ഒരു സത്യത്തിൽ വർത്തിക്കുന്നു. അതാണ് നീ, അതാണ് ആത്മാവ്. ജാതം യഥോ വർത്തതേ യസ്മിന്യത് പ്രളയേബി. അതിലാണ് പ്രളയെ ലയിച്ചു കഴിഞ്ഞാൽ, വ്യക്തിസത്ത ഇല്ലാതായി കഴിഞ്ഞാൽ, കല മുടഞ്ഞു കഴിഞ്ഞാൽ എന്തായിത്തീരും? തിരിയ മണ്ണായിത്തീരും. അതുപോലെ നമ്മൾ മുടഞ്ഞു കഴിഞ്ഞാലും അതായിത്തീരും. സത്യം ഇതാണ്. എന്നാലും പുരാണകഥകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ ഇല്ലാതായി തീർന്ന എൻ്റെ ആത്മാവ് ഇനി ഒരു ലോകത്ത് പോകുമെന്നും അവിടെ കിടന്ന് സുഖമോ ദുഃഖമൊക്കെ അനുഭവിക്കുമെന്നും, അല്ലെങ്കിൽ പിന്നെ പിതൃലോകത്തിലോ ബ്രഹ്മലോകത്തിലോ ഒക്കെ പോയി പിന്നെ തിരിച്ചു വരുമെന്നും, പുതിയൊരു അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുമെന്നൊക്കെ ഉള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നും ഉണ്ട്. എന്നാൽ വേദാന്തപരമായ ദർശനം ഇതാണ്. എന്താണ്? യഥാത്മകമിതം യസ്മിൻ യത് പ്രളയേപി. പ്രളയം ആയിക്കഴിഞ്ഞാൽ, പ്രളയം എന്ന് പറഞ്ഞാൽ വേണ്ടവണ്ണം ലയിക്കുക. നമ്മൾ മരിക്കുന്നതിന് എന്താ വിളിക്കേണ്ടത്? പ്രളയം. എന്ത് പ്രളയം? നമ്മൾ വ്യക്തിസത്ത എന്നത് വിട്ട് ആത്മാവിൽ ലയിക്കുന്നു, ആ സത്യത്തിൽ ലയിക്കുന്നു. ഇത്രയേ ഉള്ളൂ. യസ്മിനിയത് പ്രളയേവി സദ്ഘനം. അതാണ് സദ്ഘനമായിട്ടുള്ളത്. സദ്ഘനം അജം. അത് എന്നും ഉണ്ടായിട്ടുള്ളതല്ല, ഒരിക്കലും ജനിച്ചിട്ടുള്ളതല്ല. സദ്ഘനം അജം. സർവമ്യതന്വേതി. എല്ലാവരും അതിനെ തന്നെയാണ് അന്വേഷിക്കുന്നത്. അനുയേതി, ചെന്ന് പിൻപറ്റുന്നത്. അന്വേഷിക്കുകയല്ല, പിൻപറ്റുക. സർവമ്യതന്വേതി തത് സത്യം വിദ്ധി. അതിനെയാണ് സത്യം എന്ന്, അതാണ് സത്യം എന്നറിഞ്ഞുകൊള്ളുക. സത്യം വിദ്ധി അമൃതായ. അത് അമൃതമാണ്, മരണമില്ലാത്തതാണ്. അമൃതായ നിർമ്മലധിയോ യസ്മൈ നമസ്കുർവതേ. നിർമ്മല ബുദ്ധി ഉള്ളവർ, ശുദ്ധമായ ബുദ്ധിയുള്ളവർ, നിർമ്മലധിയോ യസ്മൈ നമസ്കുർവതേ, അതിനെയാണ് എപ്പോഴും നമസ്കരിക്കുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരുവിൻ്റെ തന്നെ ഒരു ആശയം പോലെ തോന്നുന്നു. യസ്മൈ നമസ്കുർവതേ. എല്ലാവരും ആ സദംശത്തെയാണ് എപ്പോഴും നമസ്കരിക്കുന്നത്. അല്ലാതെ വ്യക്തിയെ നമസ്കരിക്കുക അല്ല ചെയ്യുന്നത്. വ്യക്തിയെ നമസ്കരിക്കുമ്പോഴും എന്താണ്? വ്യക്തി നമസ്കരിക്കുന്നയാൾ സദ്ഘനമാണ്, നമസ്കരിക്കപ്പെടുന്ന ആളും സദ്ഘനമാണ്. അങ്ങനെ സദ്ഘനത്തെ കണ്ടെത്തുന്നു, ആദരിക്കുന്നു എന്ന് മാത്രം. നമസ്കുർവതേ യസ്മൈ നമസ്കുർവതേ. തീർന്നില്ലേ ശ്ലോകം? ഇംഗ്ലീഷ് പറയാം. Now the third verse describes what the Sadghana is. Sat means that which ultimately exists. Sadghana means that one reality alone, that reality that exists ultimately, that alone is the all-pervading reality.
Sadghanam. Just as this, this part is clay in essential content. So it is, clay is called Mrthanam or Mrmayam. In the same way, that Sadghana, Sat is the essential content in me, in everything. Sadghana. ഇങ്ങനെ പറയുമ്പോൾ ശ്ലോകം വരുന്നില്ല ഇപ്പോൾ. ഘടശരാവാദീവ മൃത്സത്തയാ. Just as pot, pan, everything is clay in essential content, everything that forms the world is that one reality in essential content. That's Sat in essential content. Mrtsattaya. Yasya andaspiritam. It is in the being of clay that the form of pot becomes apparent. In the same way, it is in the being of that Sat, the ultimate reality, that everything becomes apparent. Yasyandaspiritam yadatmakamidam. Everything indeed is that in essential content. Just as pan, pot and everything are clay in essential content, everything that forms part of the world, including myself, is that one reality in essential content. Tadatmakamidam jadam yado vartate, in which everything that is born exists. All that is born in this world has existence. But where is it, that existence? In the being of that Sat. It is that Sat appears as the being of ourselves. Everything that has been born in this world. Yasmin yat palayevi. And palaya means dissolution, but laya means getting dissolved. That means an individual being becomes, it vanishes. That vanishing process is called laya. Pralaya, properly happening laya. Where does it go to? It goes into the same Sat. There is no other reality to go into. Yasmin yat palayevi. It is into that reality that everything that is born goes. Sadghanam ajam. That is the Sadghana. That is the one reality Sat. That is the essential content of everything. Sadghanam ajam. It is. It is into that Sadghana that everything goes back, and that is ajam. Ajam means that which has never been born. That has no birth. Ajam, Sadghanam ajam sarvam yadanvedi. Everything is going back to that very same reality. Yes, sarvam yadanvedi.
tat satyam vidhi. Know that to be the reality. That is the sat. Satyam vidhi. Amradaya Nirmaladhiyo Yasmai Namaskurvate. Nirmaladhi means those who are of clear mind, proper thinking. Amardaya Nirmaladhiyo Yasmai Namaskurvate. Those people honor others. They pay homage to others. Who are they? They are also the same reality. So it is when one person salutes another, it is not that person that is saluted, it is the Sat reality in him is saluted by the same Sat reality in this person. So ultimately that saluting means recognizing the one Sat in both. Yasmai Namaskurvate. That is the second verse. പിന്നെ നാലാമത്തെ എന്താണ്? സൃഷ്ട്വേദം. ഇനി ചിത്തിനെ പറ്റിയാണെന്ന് പറയുന്നത്. ചിത്ത് എന്ന വാക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അതിനു പകരം പ്രതിപത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രതിപത്ത് എന്ന വാക്ക് സംസ്കൃതത്തിൽ സ്ത്രീലിംഗമാണ്. സംസ്കൃത ഭാഷയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. എന്താണ്? അതിനകത്ത് സ്ത്രീലിംഗം, പുല്ലിംഗം, സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം ഇതൊക്കെ അർത്ഥമാക്കുന്ന സാധനങ്ങളെ വെച്ചുകൊണ്ടുള്ള അല്ല. ഈ ഇരിക്കുന്ന വാക്കിനെ, സാധനത്തെ അർത്ഥമാക്കുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ആ സാധനം സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല. ആ വാക്ക് മാത്രമാണ് സ്ത്രീയോ പുരുഷനോ അയക്കുന്നത്. ആ സാധനം ഏതാ? അങ്ങനെ വാക്കുകൾക്ക് സ്ത്രീലിംഗവും പുല്ലിംഗവും അതോ നപുംസകലിംഗവും കൽപ്പിക്കുന്നൊരു ഭാഷയാണ് സംസ്കൃതം. പ്രതിപത് എന്ന വാക്ക് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് അത് പ്രതിപദ എന്നും ഉപയോഗിക്കാം. അങ്ങനെ പ്രതിപദ എന്നതിൻ്റെ വിശേഷണം അത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് സംസ്കൃത ഭാഷയിൽ ഏത് വസ്തുവിൻ്റെ വിശേഷണമായിട്ട് വാക്ക് പറയുന്നു, ആ വിശേഷണങ്ങളും അതേ ലിംഗത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ സ്ത്രീലിംഗത്തിലുള്ള ഒന്നിനെ വിശേഷിപ്പിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന വാക്കുകളെല്ലാം സ്ത്രീലിംഗം തന്നെയായിരിക്കണം. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ പറയുന്ന എല്ലാ വിശേഷണങ്ങളും സ്ത്രീലിംഗ രൂപത്തിലാണ്. ഏതോ ഒരു അവളെപ്പറ്റിയാണ് പറയുന്നത്. സ്ത്രീലിംഗത്തിൽ അല്ല, നപുംസകലിംഗത്തിൽ ഒന്നുമല്ല. അറിവ് നപുംസകലിംഗമാണ് എന്നുണ്ടെങ്കിലും അതിനോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രതിപത് എന്നുള്ളതായതുകൊണ്ട് പ്രതിപത എന്ന സ്ത്രീലിംഗത്തിലൊരു പ്രയോഗം സാധാരണ ആകാരാന്തം ആണ്. അതുകൊണ്ട് പ്രതിപത എന്ന സ്ത്രീലിംഗ രൂപത്തിലുള്ള വാക്കിനെ വിശേഷിപ്പിക്കുന്നതായിട്ട് വരുന്ന എല്ലാം സ്ത്രീലിംഗ രൂപത്തിലാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയെ വർണ്ണിക്കുന്നത് പോലെയാണ് ഇതിനകത്ത് എല്ലാ പദപ്രയോഗങ്ങളും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഏത് അവളെന്നും ചോദിച്ചേക്കരുത്. സൃഷ്ട്വേദം പ്രകൃതേരനുപ്രവിശതി യേയം യയാധാര്യതേ പ്രാണേതി പ്രവിവിക്തപുക് ബഹിർ അഹം പ്രാജ്ഞസ്തു സുപ്തോ യതഃ യസ്യാമാത്മകലാസ്ഫുരത്യഹമിതി
പ്രത്യന്തരംഗം ജനൈ യസ്മൈ സ്വസ്തി സ്വസ്തി സമർദ്ധ്യതേ പ്രതിപദ പൂർണ്ണാ ശൃണുത്വം ഹി സാ. പ്രതിപദ പൂർണ്ണ ശൃണുത്വം ഹി സാ എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതിപദ പൂർണ്ണ പരിപൂർണമായ ഒരു തരത്തിലുമുള്ള അപൂർണതയില്ലാത്ത പ്രതിപദ ആ അറിവുണ്ടല്ലോ. പ്രതിപദ പൂർണ്ണ ശൃണു ത്വം ഈസ, കേട്ടുകൊള്ളുക, അതാണ് നീ. തത്വമസി എന്ന് പറയുന്നതിന് പകരം ശൃണു ത്വം ഈസ, കേട്ടുകൊള്ളുക, അതാണ് നീ. ഏതാണ്? ആ പ്രതിപദ, ആ അറിവാണ് നീ. അറിവ് എന്നുള്ളതിന്, പ്രതിപദ എന്നുള്ളത് ചിത്ത് എന്നതിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. പിന്നെ അതിനെപ്പറ്റിയാണ് പറയുന്നത്. സൃഷ്ടുവേദം പ്രകൃതേരനുപ്രവിശതി. ഇവിടെ ഉള്ളതിനെ എല്ലാം സൃഷ്ടിച്ചിട്ട്, സൃഷ്ടുവേദം പ്രകൃതയെ അനുപ്രവിശതി, പ്രകൃതിയിൽ നിന്ന് ഇവിടെയുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് പ്രകൃതി? ഈ അറിവിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ക്രിയാത്മകത സ്വയം പ്രകടമായി തീരുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് പ്രകൃതി. അതിനകത്ത് കൃതികൾ നടക്കുന്നു. പ്രകൃതേന വേണ്ടവണ്ണമുള്ള കൃതികൾ ഈ അറിവ് എന്നതിൽ നടക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന പേര് പ്രകൃതി എന്നാണ്. അങ്ങനെ പ്രകൃതി എന്നൊരു വേറൊരു സത്യം ഇല്ല. പ്രകൃതി വാസ്തവത്തിൽ എന്താണ്? ചിത്ത് അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ പറയുന്ന ആ ഒന്നിൽ ആ ഒരു സത്യം അത് ക്രിയാത്മകമായി, ആ ക്രിയാത്മകത പ്രകടമായി തീരുമ്പോൾ, ആ ക്രിയാത്മകമാണ് ആ സത്യം. ആ ക്രിയാത്മകത പ്രകടമായി തീരുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് പ്രകൃതി. ആ പ്രകൃതിയിൽ നിന്ന് ആണ് എല്ലാം വെളിപ്പെട്ട് വരുന്നത്. ആ പ്രകൃതിയിൽ നിന്നെല്ലാം സൃഷ്ടുവേദം പ്രകൃതിയെ, എല്ലാ സകലതിനെയും ആ പ്രകൃതിയിൽ നിന്നും ഈ അറിവ് സൃഷ്ടിച്ചിരിക്കുന്നു. പ്രകൃതിയെ അനുപ്രവിശതി. എന്നിട്ട് മറ്റിടത്തും പോയോ? ഇല്ല. അതിനകത്ത് തന്നെ നിറഞ്ഞിരിക്കുകയും കൂടി ചെയ്യുന്നു. പ്രവേശിച്ച് നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അനുപ്രവിശതി ഏയം യയാധാര്യതേ. ഇതെല്ലാത്തെയും യാതൊന്നാണോ താങ്ങി നിർത്തിയിരിക്കുന്നത്? മറ്റു സത്തിൻ്റെ വശത്ത് നിന്ന് പറഞ്ഞതിന് തന്നെ വേറെ തരത്തിൽ പറയുന്നേ ഉള്ളൂ. ഇവിടെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ട് എല്ലാറ്റിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. പ്രാണീതി പ്രവിവിക്തഭു. എന്നിട്ടോ ഒരു ചിത്തിൻ്റെ, സർവസാമാന്യമായ ഒരു ചിത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ ഒരു ബോധം തന്നെ, ചിത്ത്, ആ പ്രതിഭാകുന്ന ബോധം തന്നെ പ്രാണി ഇതി, പ്രാണി എന്ന തരത്തിൽ നമ്മൾ ഓരോ പ്രാണികളാണ്. പ്രാണി എന്ന തരത്തിൽ നമ്മിലെല്ലാവരും കടന്നിരിക്കുന്നു. പ്രാണീതി പ്രവിക്തപു, ഓരോന്നിനെയും വെവ്വേറെ അനുഭവിച്ചറിയുന്ന പ്രാണികളാണ് നമ്മളെല്ലാവരും. അങ്ങനെ അനുഭവിച്ചറിയുന്നവരായി നമ്മളെല്ലാവരും ആ സത്യം തന്നെ കടന്നിരിക്കുന്നു. ഏത്? ആ അറിവ് തന്നെ, ഒരു ബോധം തന്നെ കടന്നിരിക്കുന്നു. പക്ഷേ അത് ബാഹ്യമായിട്ട് ഉള്ളത് ചെയ്യും. അഹം പ്രാജ്ഞസുഷുപ്തോ യതഃ. ഇനി മറ്റൊരു വശത്തോ ഞാൻ തന്നെ പ്രാജ്ഞനായിട്ട് സുഷുപ്തിയിൽ, വൈശ്വാനരൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നൊക്കെയുള്ള ഭഗവഭേദങ്ങൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയിൽ ബോധത്തിന് ഉള്ളതായിട്ട് മണ്ഡൂക്യോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ പ്രാജ്ഞൻ്റെ കാര്യം മാത്രം, പ്രാജ്ഞ സുഷുപ്തോ യതഃ. സുഷുപ്തിയിൽ ഓരോരുത്തരിലും പ്രാജ്ഞനായിട്ട് ഒരു ബോധം ഇരിക്കുന്നില്ലേ? അത് ഈ അറിവാണ്, ഈ ചിത്താണ്.
യഥാ യസ്യാം ആത്മകലാ സ്ഫുരതി അഹമിതി. യാതൊന്നിൻ്റെ ആത്മകലയാണ്. ആത്മകല എന്ന് പറഞ്ഞാൽ ആത്മാംശം. യാതൊന്നിൻ്റെ ആത്മാംശമാണോ നമ്മിലെല്ലാവരിലും അഹമിതി, ഞാൻ ഓരോരുത്തരിലും ഞാൻ എന്നുള്ളൊരു ബോധം ഇതിൽ സ്ഫുരിക്കുന്നില്ലേ? അത് മറ്റൊന്നുമല്ല, ഈ ഒന്ന് തന്നെയാണ്. ഈ ഒന്നിൻ്റെ ആത്മാംശം തന്നെയാണ് ഓരോരുത്തരിലും വരുന്ന അഹം ഞാൻ എന്ന് സ്ഫുരിക്കുന്നത്. പ്രത്യന്തരംഗം ജനൈഹി, ഓരോരുത്തരുടെയും അന്തരംഗത്തിൽ ഞാൻ എന്നുള്ളൊരു ബോധം പിടിക്കുന്നു. അത് മറ്റൊന്നുമല്ല. യസ്യൈ സ്വസ്തി സമർത്ഥ്യതേ, യാതൊന്നിനു വേണ്ടി ആണോ സ്വസ്തി പറയുന്ന ആശംസിക്കുന്നത്, നിനക്ക് സ്വസ്തി വരട്ടെ, നന്മ വരട്ടെ എന്ന് ആശംസിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ വ്യക്തിക്ക് വേണ്ടിയല്ല, ആ ഓരോരുത്തരിലും ആത്മാംശമായി തീർന്നിരിക്കുന്ന ആ ബോധത്തിന് വേണ്ടിയാണ് സ്വസ്തി പറയുന്നത്, നന്മ വരട്ടെ എന്ന് പറയുന്നത്. യസ്യൈ സ്വസ്തി സമർത്ഥ്യതേ പ്രതിപദ പൂർണ്ണാശൃണത്വം ഈസ. അങ്ങനെയുള്ള പ്രതിപദ പൂർണ്ണയായ ആ പ്രതിപദ, ഒരു തരത്തിലുമുള്ള ഒരു കുറവുമില്ലാത്ത പൂർണ്ണമായ ആ ചിത് സത്യം എന്ന് നമുക്ക് പറയാം. എല്ലാവർക്കും പരിചയമുള്ള വാക്ക് ചിത്ത് എന്നുള്ളതാണ്. പ്രതിപദ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം ഉപയോഗത്തിലുള്ളൊരു വാക്കാണ്. അതാണ് ഗുരു ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ആ ചിത്ത് തന്നെയാണ്, ആ ബോധം തന്നെയാണ് നീ. പ്രതിപദ പൂർണ്ണാശൃണത്വം ഹിസ, പരിപൂർണമായിട്ടുള്ള ആ ചിത്ത് തന്നെയാണ് നീ. അങ്ങനെ സത്തിൻ്റെ അംശവും പറഞ്ഞു, ചിത്തിൻ്റെ അംശവും പറഞ്ഞു. അനീത്രയായി പന്ത്രണ്ടേരാ. Now we come to the fourth verse. This verse, the main word in this verse is Pratipada. Pratipat is a Sanskrit word that means chit or consciousness. In Sat, Chit and Ananda, instead of Chit, the word used in this verse is Pratipat. Pratipat is a feminine gender word, and therefore it can be used as Pratipada, Akaranta. As qualifying these Pratipada, all the other words used, qualifying words used, are also in the feminine gender form. So throughout this stanza we can see a feminine gender usage, as if what is referred to here is a she, not a he. Sattvedam prakriteranupravishati, having created everything from itself, it enters into it. It is from the own consciousness reality that everything emerges, and the very same consciousness reality remains as the Sat that we have examined in the previous verse. Anupravishati as it enters it as the real essential content in that reality, in what appears there. Prakriti means nature, but in the Vedantic context, Prakriti is not to be understood as it is understood in the Sankhya philosophy. Kriti means activity. This consciousness reality, the Chit, is not an inner
reality. It is a reality that is alive, a creative reality. There is a creativity in it. When that creativity finds expression, it doesn't exist without that expression happens. And when that expression happens, it is called Prakriti. And it is from that Prakriti everything is created. Sushtvedam Prakrite. After creating everything from this Prakriti, Anuprabhishati enters into it. It enters into what is created. Ayam, Ayam, Yayadharyate, Yam Yayadharyate. And everything here is supported by it. Pranedi Pravivikta book. And the very same consciousness reality in the form of Prani. Prani means a very living being. A very living being that is Prana. That is a Prani. Prani iti. As Prani, Pranedi Pravivikta book. The very same reality appears here as a very Prani that is enjoying specific things in this world. That happens by in externally it appears so. Aham prajnas sushupto yataha. And here Guru follows the traditional way of perceiving consciousness as having Jagrat, Swapna and Sushupti states. In the Jagrat state it is called Vaishvanara. In the Swapna state it is called Taijasa. And in the deep sleep state it is called Prajna. Only Prajna's case is mentioned here. Aham Prajnas Sushupto Yataha. And because of this Pratipada, I remain as Prajna when asleep. Yasyam Atmagala Spirati Ahamiti. And the Atmagala, that means the minute fragment of that Atma appears here as Atma Spirati Ahamiti. In every being there is an I sense. And that I sense is nothing but a minute fragment of that very same Pratipada Archit. Spirati Ahamiti Pratyantarangam. That I sense or Ahankara, that shines in, it sparks in the interior of every living being. Antarangam Ganei. Yasyai Swasti Samarthyate. It is for the sake of this chief aspect of our being that everyone എന്താ പറയുന്നത് സ്വസ്തി സമർത്ഥ്യത. One wishes good wishing. One wishes good for someone else. Good will. So that wish is on the set of this Pratipada, on the set of the keeping the other person. So it is the one thing that is recognized and honored when wishing goodwill. Say Sutti Samarthyate, that is the Prativada, such is the Prativada, Purna,
it is perfect in all, or plenitude in all respects. Purna Surnatvam Hisa. Here you are that. You are that Pratipada. You are that Chit. So in the previous verse it was said you are that Sat. Here it is said you are that Chit. And before that it was said you are Brahman. Now that Brahman is in the beginning stated as Sat, now it is stated as Chit. And the last verse presents the very same Brahman or very same yourself as Ananda in essential content. And the Ananda is not something theoretically presented, but it is something that is experientially lived. Ananda. Prajnanam Vahamasmi Tattvamasi Tadbrahmayavaatmedi Sangayan Viprachara Prashantamanasa Tvam Brahmabodhodayad Prarabdham Gunasanchidam Tava Kimagamikkam Karmapyasat Tvayadhyastamato Tvamasi Sasinmatramekam Vibhu. പ്രജ്ഞാനം മലയാളത്തിൽ പറഞ്ഞില്ലല്ലേ. പ്രജ്ഞാനം അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകം ആനന്ദഘനമായിട്ട് ബ്രഹ്മത്തെ അല്ലെങ്കിൽ ആത്മാവിനെ അല്ലെങ്കിൽ എന്നെ തന്നെ അവതരിപ്പിക്കുന്നതാണ്. ഇവിടെ ഇത് വെറുതെ ഒരു തിയററ്റിക്കലായിട്ട് ആനന്ദം എന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്. ആനന്ദാനുഭവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാളിൻ്റെ അനുഭവമായിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ്. ആദ്യം തന്നെ അയാൾ ആനന്ദം അനുഭവിക്കുന്നത് എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ആനന്ദമാണ് അയാൾ അനുഭവിക്കുന്നത്. ഗുരു പറയുന്നു, ഒരു പാട്ടുണ്ട്. നമ്മൾ പാട്ട് കേട്ട് ആസ്വദിക്കില്ലേ? തൊട്ട് മുമ്പ് നമ്മുടെ സ്വാമി ഓടക്കുഴൽ വായിച്ചപ്പോൾ നമ്മളെല്ലാം ആസ്വദിച്ചു. അതുപോലെ സംഗീതം കേട്ടാൽ ഉടനെ അതിൻ്റേതായിട്ടുള്ള ഒരു ആസ്വാദനമുണ്ട്, ആനന്ദമുണ്ട്. അങ്ങനെ ഒരു സംഗീതമായിട്ടാണ് ഗുരു ഇവിടെ ഇതിനെ അവതരിപ്പിക്കുന്നത്. ഈ ആനന്ദ സംഗീതം കേട്ട് ആസ്വദിക്കുന്നത് പോലെയാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. സംഗായൻ വിപ്രചര, ഇങ്ങനെ പാടിക്കൊണ്ട് നീ വിപ്രചര എന്ന് പറഞ്ഞാൽ അല്ലയോ വിപ്ര, നീ ചരിച്ചു കൊള്ളുക എന്ന് അർത്ഥം പറയാം. എന്നാൽ ഗുരുവിൻ്റെ ദർശനപ്രകാരം കുറച്ചുകൂടെ ചര എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു കൊള്ളുക. നീ ജീവിതത്തിൽ മുഴുവൻ സഞ്ചരിച്ചു കൊള്ളുക. എങ്ങനെ? പ്രകർഷേണ പ്രചര. എങ്ങനെ? അപ്പോൾ വേണ്ടവണ്ണം നീ ചരിച്ചു കൊള്ളുക. എങ്ങനെ? വിപ്രചര വിശേഷേണ പ്രകർഷേണ ചര. എല്ലാ വിശേഷഭാവങ്ങളിലും നിങ്ങൾക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ വ്യക്തിപരമായിട്ടുള്ള ആ വിശേഷതകളോടുള്ള എല്ലാം കൂടി പ്രകർഷേണ വേണ്ടവണ്ണം നീ ജീവിത സഞ്ചാരം നടത്തിക്കൊള്ളുക. അപ്പോൾ എന്തായിരിക്കണം പാട്ട്? അതും പറഞ്ഞിരിക്കുന്നു. എന്താണ് പാട്ട്? പ്രജ്ഞാനം ത്വഹമസ്മി, പ്രജ്ഞാനമാണ് ഞാൻ. തത്വമസി, തദ്ബ്രഹ്മ, അതാ ബ്രഹ്മം തന്നെയാണ്. അയമാത്മേതി, ഞാൻ ആത്മാവാണ്. സംഗായൻ, ഇതും പാടിക്കൊണ്ട് അയാളുടെ പാട്ടിൻ്റെ അന്തസാരം ഇതായിരിക്കണം. എന്താണ്? പ്രജ്ഞാനം ത്വഹമസ്മി തത്വമസി തദ്ബ്രഹ്മായമാത്മേതി സംഗായൻ വിപ്രചര
അപ്പോൾ ഈ പാട്ടും പാടിക്കൊണ്ട്, ഏത് പാട്ടെന്നാണ് അപ്പം മനസ്സിലാക്കേണ്ടത്? മഹാവാക്യങ്ങളുടെ അന്തസ്സാരം ഉള്ളിൽ കണ്ടുകൊണ്ട് അതിനെ പാട്ടാക്കി, അതിന് ആ പാട്ടായി തീരണം നമ്മുടെ ജീവിതം. സംഗായൻ വിപ്രചര എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രായോഗികമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അതെല്ലാം ചെയ്തുകൊണ്ട് അതിനെയെല്ലാം ഈ പ്രകൃതിയുടെ ഭാഗമായി കണ്ടുകൊണ്ട് ആ പ്രകൃതിയെ സത്യമായി കണ്ടു എന്താണ് നേരത്തെ സത്തെന്നും ചിത്തെന്നും പറഞ്ഞ ആത്മാവായി കണ്ടുകൊണ്ട് ചരിച്ചുകൊള്ളുക. പ്രശാന്ത മനസ്സാ, ഇങ്ങനെ വിപ്രചര പ്രശാന്ത മനസ്സാ, പ്രശാന്തമായ മനസ്സോടുകൂടി എങ്ങനെ ചരിച്ചുകൊള്ളുക. ത്വം ബ്രഹ്മബോധോദയാത്, നീ ബ്രഹ്മബോധോദയം കൊണ്ടുണ്ടാകുന്ന ഈ ഗാനവും പാടിക്കൊണ്ട് വേണ്ടവണ്ണം ജീവിതത്തിൽ ചരിച്ചുകൊള്ളുക. ഇതാണ് ഗുരു അവതരിപ്പിക്കുന്ന ആനന്ദത്തിൻ്റെ ചിത്രം. അല്ലാതെ ഇങ്ങനെ അവിടെ ഒരു ആനന്ദാനുഭവം ഇരിപ്പുണ്ട് എന്ന് പറയുകയല്ല. ത്വം ബ്രഹ്മബോധോദയാത്. പിന്നെ ഒരു കൺക്ലൂഡിങ് പാർട്ടെന്ന് പറഞ്ഞാലേ ഒരു കാര്യം കൂടി, മനുഷ്യൻ്റെ ആനന്ദാനുഭവത്തിന് വിഘാതമായി നിൽക്കുന്ന ഒന്നായിട്ട് ഭാരതത്തിലെ പുരാണകൽപ്പനകളെല്ലാം അതിൽ വിശ്വസിക്കുന്നവർ കണ്ടെത്തിയിട്ടുള്ളത് കർമ്മബന്ധം ഇതൊക്കെ മനുഷ്യനെ എന്നും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് ഈ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അടുത്ത ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അതിന് 3 തരം കർമ്മങ്ങളുണ്ട്. പ്രാരബ്ധകർമ്മം, സഞ്ചിതകർമ്മം, ആഗാമി കർമ്മം എന്നിങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. സഞ്ചിതവും ആഗാമിയുമായ കർമ്മങ്ങളെ നമുക്ക് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാം. പ്രാരബ്ധം എന്ന കർമ്മത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ ഒക്കില്ല. അതുകൊണ്ടാണ് മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ പോലും ജ്ഞാനികൾ പോലും അവസാനം രോഗമെല്ലാം വന്ന് മരിക്കാറുള്ളത്, വേദന സഹിച്ച് മരിക്കാറുള്ളത്. അതവരുടെ പ്രാരബ്ധ കർമ്മമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. അവരോടെല്ലാമായി ഗുരു പറയുന്നു, ഇത്രയും ഏതാണ് ബ്രഹ്മബോധോദയം കൊണ്ട് ഉണ്ടാകുന്ന ഉണർവിൽ ജീവിതത്തെ ഒരു പാട്ടാക്കി മാറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരുവൻ്റെ കാര്യത്തിൽ നീ അങ്ങനെയായി തീരണം എന്ന് തന്നെയാണ് ഗുരു പറയുന്നത്. നീ ചരിച്ചുകൊള്ളുക വിപ്രചര. ആരോട് പറയുന്നു? നമ്മളോട് ഓരോരുത്തരോടും ഗുരു പറയുന്നു, ഇങ്ങനെ വിശേഷേണയും പ്രകർഷേണയും ചരിച്ചുകൊള്ളുക ജീവിതത്തിൽ. അങ്ങനെ നിനക്ക് ചരിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പ്രാരബ്ധം എവിടെ എന്ത് പ്രാരബ്ധമാണോ? നിനക്കേ കർമ്മമില്ല, പിന്നെ എന്ത് സഞ്ചിത കർമ്മവും ആകാം. ഇല്ലാത്ത കർമ്മത്തിൻ്റെ സബ്ഡിവിഷൻസ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പ്രാരബ്ധം കൊനു സഞ്ചിതം തവക്കും ആഗാമി. നിനക്ക് സഞ്ചിത കർമ്മം എവിടെ, ആഗാമി കർമ്മം എവിടെ, പ്രാരബ്ധ കർമ്മം എവിടെ? ഒന്നുമില്ലടോ. പ്രാരബ്ധം കൊനു സഞ്ചിതം തവകിമാഗാമി കർമാപ്യസത്. കർമ്മമേ ഇല്ല, കർമ്മമേ അസത്താണ്. അവിടെ നിനക്ക് സഞ്ചിതമൊന്നും ആഗാമിയൊന്നും പ്രാരബ്ധമൊന്നും അതിനെ ഇല്ലാത്തതിനെ സബ്ഡിവിഷൻ നടത്തി നീ ഇതും വിശ്വസിച്ച് നടക്കണ്ട. ഇതൊന്നും ഇല്ല. ഇതാണ് ആഗാമി കർമാപ്യസത്. എവിടെ ഇതൊക്കെ? കർമ്മമേ ഇല്ലാത്തതാണ്. പിന്നെ ത്വയി അധ്യസ്ഥം, ഇതെല്ലാം നിന്നിൽ അധ്യസ്ഥമാണ്. അധ്യസ്ഥമെന്ന് പറഞ്ഞാൽ അധ്യസിച്ചിരിക്കുന്നത്, ഇല്ലാത്തതിനെ ആരോപിച്ചിട്ട് അതുള്ളതാണെന്ന് ധരിച്ച് കഴിയുന്നതാണ്. ഇല്ലാത്ത കർമ്മത്തെ, കർമ്മമുണ്ട്, എവിടെ കർമ്മമുണ്ട്? അത് ഇതിനകത്ത് 5 ശ്ലോകത്തിനകത്തും പറഞ്ഞു തീർക്കാൻ പാത്തതുകൊണ്ട് അവർ പറഞ്ഞിട്ടില്ല.
ആത്മോപദേശത്തിലൊക്കെ വേണ്ടവണ്ണം പറഞ്ഞിട്ടുണ്ട്. കർമ്മമെല്ലാം നടക്കുന്നത് ആത്മസത്യത്തിലാണ്, നിന്നിലല്ല. അത് നിന്നിലേക്ക് ഇതെൻ്റേതാണെന്ന് കരുതി ചെയ്യുമ്പോഴാണ് അത്യസ്തമായി തീർന്നത്. അത് നിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. നീയോ ത്വമസി, നീ അങ്ങനെയുള്ള ആളാണ്. നീ ആര്? എന്താണ്? ആഗാമിക കർമാഭ്യസം ത്വയി അധ്യസ്ഥം അതോ അഖിലം ത്വമസി. അഖിലവും നീ തന്നെയാണ്. സച്ചിന്മാത്രമേകം വിഭുഃ, നീ സത്തും ചിത്തും ആനന്ദവും മാത്രമായ വിഭുവാണ്. വിഭു എന്ന് വെച്ചാൽ സകലതിലും എത്തിച്ചേർന്ന് വസിക്കുന്നത് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ബ്രഹ്മവിദ്യ പഞ്ചകത്തിൽ നാരായണ ഗുരു പഠിപ്പിക്കുന്നത്. സമയത്തിലെ ലാസ്റ്റ് വേഴ്സ്. The last verse of the Brahmavidya Panchakam presents how the Ananda aspect of Brahman or Atman is to be a living reality for each of us. It is not a theoretical something to be understood. It is an experience to be lived. First of all, it says you should make your life a sort of song sung. What kind of song is it? It is a song that contains the essential content of all the Mahavakyas of Vedanta. So, the Mahavakyas are condensed here in the first line. Prajnanam tvahamasmi tattvamasi tad brahma ayamatma brahma. All these are Prajnanam Brahma, Ayamatma Brahma, Aham Brahmasmi, Tattvamasi. Tattvamasi is the beginning one. Tattvamasi, Aham Brahmasmi, Ayamatma Brahma, and Prajnanam Brahma. These are the four Mahavakyas. So make your life a song composed of this, the essential content of these Mahavakyas. And you sing this song as your life, or make your life a song that is sung, composed of these Mahavakyas. And Mary Sangayan, by singing this song, Viprajara. Viprajara is a word that can be understood in two ways. One is Viprachara. Vipra then means a Brahmin. Chara means go on. But in my opinion, it is not so. Chara is move on in your life. It is not sit somewhere and do meditation. You move on in your life. How? Prajara. Prajara, prakarshena. Pra stands for prakarshena. That means in the proper way.
we means in all specific manner. So you make your life a sort of journey that is done properly in all, with all its specificity. That should be the way of life of yours. How that kind of life should be, we can see from many books. In the Ashtavakra Gita, you can see it. In the Jnana Vasishta, you can see it. How your practical life can be turned out into a kind of experience of mukti. So you make your life a sort of song that is sung by you, containing the essential content of all the four Mahavakyas. Prajnanam tohamasmi tattvamasi tad brahma ayamatma ayamatmedi sangayan by singing this song. Viprajara prasanda manasa, you go on with this by singing this song with prasanta manasa, with a peaceful mind. Tam dharmabodhodayat. How you can attain that peacefulness? You have this tam dharmabodhodayat. This state you can attain only through Brahmabodha, the awareness of the Brahman. Then prarabdham gunu sanchidam tava kivagami karma pesat. In India there is a belief about karma. If the karmas done in this life are not properly at its roots, then you have to have it in the next life. And that depends upon the nature of your karmas. In this life, you may be having the karmas of the previous births in you. So these karmas are divided into prarabdha karma, sanchita karma, agami karma, and prarabdha karma. Sanchita karma means the karmas accumulated from your previous birth. Agami karma means that is coming, karmas yet to come into you. And prarabdha karma means karmas already begun, but the results are not enjoyed or suffered. And there is a belief in India among scholars that the sanchita karma and agami karma can be negated by having a good proper life of a man of this Brahmabodha. But the sanchita prarabdha karma, you can never leave. You can never be live without suffering it. They say that is why great arishis and enlightened people had to suffer from serious diseases at the end of their life. But if these people are asked, what is sanchita karma, what is agami karma, what is prarabdha karma? There is no karma at all. All the karmas pertain to Brahman, all the karmas pertain to Prakriti, not to me. I am free of all these. So it is said, prarabdham gunu sanchidam tava kibagami
How can there be prarabdha karma for you? How can there be sanchita karma for you? How can there be agami karma for you? Karma pyasat. Even karma is unreal. It has no existence of its own. Karma, all the karmas pertain to the prakriti aspect of consciousness. Karmapyasat, Toyi Atyastam, all these are attributed on you. Agovakilam, all these are attributed on you. Tvamasi, Sachin Matramekam Vibhu. Then who are you? You are Tvamasi, Sachin Matram. You are Sat Chit and Ananda. Ekam Vibhu. And you are that one Vibhu, that reality. Vibhu is a word used for as a word meaning God also. Literally it means that which exists in our specific manner everywhere. Kachin Matramekam Vibhu. That is how Dharma Vidya Panchakam ends. Again. So I think we can conclude today. We have not entered Darshanamala, and what is left is giving an introduction to Darshanamala, how it is structured, to see how it is structured, and with all this kept in mind, we can enter the text. So it is with this understanding of Vedanta, this is the crux of Vedanta. With this understanding of what Vedanta is, we should enter Darshanamala. It is not here in the Darshanamala, you can see it began with from somewhere and ended in somewhere. But Darshanamala is not like that. It is one vision, no, one reality. Just as Sat-Chit and Ananda are three aspects, three visions on one reality, one reality, non-dual reality is perceived from 10 different angles, and what is the view we get from each of these angles. That is the 10 darshan. We can go into it next time.